കോട്ടയം പുഷ്പനാഥിന്റെ ഡെഡ്ലി ഹാർട്ട് അധ്യായം 1. അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. രതീഷിനെ പിരിഞ്ഞ് തനിച്ചൊരു രാത്രി കഴിഞ്ഞുകൂടുവാൻ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നില്ലെന്ന് അന്വേഷണത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. ആ ചെറിയ ലോഡ്ജിലെ വാച്ചറായ കുപ്പുസ്വാമിയെ ഞാൻ പലതവണ ചോദ്യം ചെയ്തു കഴിഞ്ഞു. സംഭവ ദിവസം ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടെ താമസിച്ചിരുന്ന 3 പേരും അടുത്ത 2 ദിവസങ്ങൾ അവധിയായിരുന്നതിനാൽ വീടുകളിലേക്ക് പോയി. സംഭവ ദിവസം രാത്രി അവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. രതീഷും സുരേന്ദ്രനും സാധാരണ നീണ്ട അവധികൾ ഉണ്ടായെങ്കിൽ മാത്രമേ സ്വന്തം നാട്ടിലേക്ക് പോവുകയുള്ളൂ. 2 പേരും ഒരേ നാട്ടുകാരാണ്. അന്ന് രാത്രി സുരേന്ദ്രന്റെ കൈവശം 25,000 രൂപ ക്യാഷായും 35 പവന്റെ ആഭരണങ്ങളും കാണുമെന്ന് കരുതുന്നു. ആഭരണത്തിന്റെ കാര്യത്തിൽ അല്പം ചില മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷേ രൂപ അയാൾ ബാങ്കിൽ നിന്നെടുത്തിരുന്നു. അതിനുള്ള കാരണം അയാളുടെ സഹോദരിയുടെ വിവാഹമാണ്. ഈ വിവരങ്ങൾ അറിഞ്ഞത് രതീഷിൽ നിന്നാണ്. അയാൾ ആകെ ദുഃഖിതനാണ്. ഞാൻ പല രീതിയിൽ ക്രോസ് ചെയ്തിട്ടും രതീഷിൽ നിന്നും യാതൊന്നും കിട്ടിയില്ല. ഒരു കൊലപാതകം ചെയ്യുവാനും കൊള്ളയടിക്കുവാനുമുള്ള മനക്കരുത്ത് ഉള്ള ആളല്ല രതീഷ്. അയാളുടെ പൂർവ്വകാല ചരിത്രവും ഞാൻ പരിശോധിച്ചു. രതീഷും സുരേന്ദ്രനും ഹൈസ്കൂളിൽ ഒന്നിച്ചു പഠിച്ചവരാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണത്. അവരെക്കുറിച്ച് യാതൊരുവിധ മോശമായ അഭിപ്രായങ്ങളും ഇല്ലെന്ന് പ്രായം ചെന്ന ഒരു പുരോഹിതൻ എന്നോട് പറഞ്ഞു. അതുപോലെ കോളേജുകളിൽ അവർ പഠിത്ത കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു. 2 പേർക്കും ഒരുമിച്ചാണ് ജോലി കിട്ടിയത്. കൊമേഴ്സിൽ മാസ്റ്റർ ഡിഗ്രി 2 കൂട്ടരും എടുത്തിട്ടുണ്ട്. സുരേന്ദ്രന്റെ ഒരു അമ്മാവനാണ് 2 പേർക്കും ആ സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ടി ശുപാർശ ചെയ്തത്. സുരേന്ദ്രന്റെ മരണം രതീഷിനെ ആകെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് താൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ചീഫ് സൂപ്രണ്ട് ബാനർജിയെ വായിച്ചു കേൾപ്പിച്ചു. മരണത് ഏത് വിധത്തിലാണെന്നാണ് താങ്കളുടെ നിഗമനം? ഞാൻ ആവശ്യപ്പെടുന്നത്, ബാനർജി ചോദിച്ചു. മരണമടഞ്ഞ സുരേന്ദ്രൻ ആ രാത്രിയിൽ ധാരാളം മദ്യപിച്ചിട്ടുണ്ട്. ആ മുറിയിൽ ഒഴിഞ്ഞ ഒരു റം കുപ്പിയും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളുമുണ്ട്. ഗ്ലാസുകളും ഉണ്ട്. അവയെല്ലാം സ്ഥാനചലനം സംഭവിക്കാതെയാണ് ഇരിക്കുന്നത്. ബലാത്കാരമായി യാതൊന്നും നടന്നതിന്റെ ലക്ഷണങ്ങൾ കാണുവാനില്ല. പുഷ്പരാജ് തുടർന്നു. സുരേന്ദ്രന്റെ അപകടാവസ്ഥ ആദ്യം മനസ്സിലാക്കിയത് രതീഷാണ്. പതിവിലും താമസിച്ചാണ് രതീഷ് ഉറക്കമുണർന്നത്. അയാൾ നേരെ പോയി സുരേന്ദ്രന്റെ വാതിൽ തട്ടി. വാതിൽ തുറന്നു കിടന്നിരുന്നു. അകത്ത് കയറിയപ്പോൾ അസാധാരണമായ മുഖഭാവത്തോടെ കിടക്കുന്ന സുരേന്ദ്രനെ കണ്ടു. അയാളെ ഉണർത്താൻ ശ്രമിച്ചപ്പോഴാണ് മരിച്ചിരിക്കുന്നതായി അറിഞ്ഞത്. അപ്പോൾ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. രതീഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ? ബാനർജി തിരക്കി. ഇല്ല, അയാളെ തൽക്കാലം കസ്റ്റഡിയിൽ എടുക്കാതിരിക്കുകയാണ് നല്ലത്. രക്ഷപ്പെടണമെങ്കിൽ അയാൾക്ക് തലേ രാത്രി തന്നെ ആകാമായിരുന്നു. തന്നെയുമല്ല, അയാളുടെ സംസാരത്തിലും ഭാവത്തിലും അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തിട്ടുള്ളതിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. ആ ലോഡ്ജിൽ നിന്ന് മാറണമോ എന്ന് ചോദിച്ചതിന് നിർബന്ധമില്ലെന്നാണ് അയാൾ പറയുന്നത്. 4 ചുറ്റും ഉയർന്ന മതിൽക്കെട്ടും അതിനു മുകളിൽ കുപ്പിച്ചില്ലുകളും ഉറപ്പിച്ച ഒരു കെട്ടിടമാണിത്. മുന്നിൽ ഗേറ്റുണ്ട്. ഗേറ്റ് സാധാരണ താഴിട്ട് പൂട്ടാറില്ല. പുഷ്പരാജ് വിശദീകരിച്ചു. രതീഷിനെ ഇതുവരെ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. വൈകുന്നേരം ആവട്ടെ എന്ന് കരുതി. അയാൾ ഇപ്പോൾ സമനില വിട്ട് ആയിരിക്കുമല്ലോ. അയാൾ ഓടിപ്പോവാതിരിക്കുവാൻ ഉള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. മണി 2 കഴിഞ്ഞു. ഇതൊരു സാധാരണ കേസായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ബാനർജി അല്പസമയത്തെ ആലോചനയ്ക്ക് ശേഷം ചോദിച്ചു. അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ എന്തോ അർത്ഥം അടങ്ങിയിട്ടുണ്ടെന്ന് പുഷ്പരാജിന് തോന്നി. സാധാരണഗതിയിൽ അദ്ദേഹം അങ്ങനെ ചോദിക്കുവാനുള്ള സാധ്യത ഇല്ലാത്തതാണ്. സംശയാസ്പദമായ ഒരു മരണത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷെ ഇത് എനിക്ക് വളരെ വിചിത്രമായി തോന്നുന്നു. ഏതിനും വൈകുന്നേരമാവട്ടെ. അതിനിടയ്ക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കിട്ടുമല്ലോ. അതിന്റെ വെളിച്ചത്തിൽ വേണം രതീഷിനെ ചോദ്യം ചെയ്യുവാൻ. പുഷ്പരാജ് എണീറ്റു. ബാനർജി ടേപ്പ് റെക്കോർഡർ ഓഫ് ചെയ്തു. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് നേരെ ഹോട്ടലിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. വഴിക്ക് അദ്ദേഹം തന്റെ സുഹൃത്തായ ഡോക്ടർ വിശ്വദേവിന്റെ വസതിയിൽ കയറി. ഡോക്ടർ മോഹിനി വിശ്വദേവിന്റെ അനന്തരവളാണ്. അന്താരാഷ്ട്രമായ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ വിശ്വദേവ് എന്ന ശാസ്ത്രജ്ഞനുമായി പുഷ്പരാജ് പരിചയപ്പെട്ടത്. അങ്ങനെ മോഹിനിയുമായും അടുത്തു. പക്ഷേ അവർ തമ്മിലുള്ള ബന്ധം സാധാരണ നോവലുകളിൽ കാണുന്ന തരത്തിലുള്ള ബന്ധമായിരുന്നില്ല.
ഡോക്ടർ മോഹിനിയും ഡിറ്റക്റ്റീവ് പുഷ്പരാജും സുഹൃത്തുക്കളെ പോലെയാണ് ഇടപെട്ടിരുന്നത്. അവർ തമ്മിൽ വൈകാരികമായ യാതൊരു ബന്ധവുമില്ലായിരുന്നു. താങ്കൾ ഇവിടെ വന്നേക്കുമെന്ന് ഞാൻ കരുതി. മോഹിനി അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ? രാവിലത്തെ സംഭവം ഞാൻ അറിഞ്ഞു. അത് ശരി. ഭക്ഷണം കഴിച്ചു കാണുകയില്ലല്ലോ. ഞാൻ ഊണ് വിളമ്പട്ടെ? അമ്മാവൻ ഇന്ന് കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ പോയിരിക്കുകയാണ്. മോഹിനി അടുക്കളയിലേക്ക് കയറി. ഇനി എന്താണ് പരിപാടി? മോഹിനി ചോദിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കണം. അത് കഴിഞ്ഞ് രതീഷിനെ ചോദ്യം ചെയ്യണം. എന്റെ ആവശ്യമുണ്ടോ? ഞാൻ ലീവിലാണ്, അവൾ അറിയിച്ചു. എങ്കിൽ കൂടെ പോരൂ, പുഷ്പരാജ് പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് മോഹിനി ഒരു കുറിപ്പെഴുതി ഡോക്ടർ വിശ്വദേവിന്റെ മേശപ്പുറത്ത് വെച്ചു. അവർ ഹോസ്പിറ്റലിലേക്ക് യാത്രയായി. ഡോക്ടർ ബാലചന്ദ്രൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. അതിന്റെ ഒരു കോപ്പി അടങ്ങുന്ന ഫയൽ പുഷ്പരാജിനെ ഏൽപ്പിച്ചു. ഡോക്ടർ തിരക്കിലല്ലോ? പുഷ്പരാജ് ചോദിച്ചു. 5 മണിവരെ, ബാലചന്ദ്രൻ വാച്ചിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടങ്ങിയ ഫയലിന്റെ പുറംചട്ട മറിച്ചുകൊണ്ട് അതിൽ ശ്രദ്ധിക്കാതെ പുഷ്പരാജ് ഡോക്ടറുടെ മുഖത്ത് നോക്കി. ഡോക്ടർ ബാലചന്ദ്രനും പുഷ്പരാജും പണ്ടേ തന്നെ സുഹൃത്തുക്കളായിരുന്നു. ഇതിനു മുമ്പ് പല കേസുകളിലും അവർ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സ്വതന്ത്രമായി അവർ പെരുമാറിയിരുന്നു. മരണം എങ്ങനെ നടന്നതായിട്ടാണ് ഡോക്ടർ കണ്ടുപിടിച്ചിരിക്കുന്നത്? പുഷ്പരാജ് ചോദിച്ചു. മരണമടഞ്ഞ സുരേന്ദ്രൻ കണക്കിൽ കൂടുതൽ മദ്യപിച്ചിരുന്നു. അത് പരിശോധിച്ചതിൽ നിന്ന് അയാൾ സാധാരണ മദ്യപിക്കാറുള്ള ആളാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ രാത്രിയിൽ അയാൾ സാധാരണയിൽ കവിഞ്ഞ് മദ്യം അകത്താക്കിയിട്ടുണ്ട്. ശ്വാസം മുട്ടിച്ചു കൊന്നതാണെന്ന് വേണം കരുതുവാൻ. ശരീരത്തിൽ മറ്റൊരടയാളവും കാണാനില്ല. വിഷാംശങ്ങൾ എന്തെങ്കിലും? പുഷ്പരാജ് സംശയം പ്രകടിപ്പിച്ചു. വീസറ പരിശോധിച്ചതിൽ നിന്ന് അയാൾ രാത്രിയിൽ മാംസം കഴിച്ചിട്ടുണ്ട്. വിഷാംശങ്ങളൊന്നും കടന്നുകൂടിയിട്ടില്ല. അപ്പോൾ ആത്മഹത്യയല്ല, അല്ലെങ്കിൽ തന്നെ അയാൾക്കതിന്റെ ആവശ്യങ്ങളുമില്ല, പുഷ്പരാജ് ആലോചനാഭാവത്തിൽ പറഞ്ഞു. പുഷ്പരാജിന്റെ ചിന്ത രതീഷിൽ ചെന്നു നിന്നു. മറ്റാരും തന്നെ ആ ലോഡ്ജിൽ അന്നുണ്ടായിരുന്നില്ല. പുറത്തുനിന്നും അവിടെ ആർക്കും തന്നെ വരാൻ കഴിയില്ല, അദ്ദേഹം ചിന്തിച്ചു. ശരി ഡോക്ടർ, ഞങ്ങൾ ഇറങ്ങുന്നു. പുഷ്പരാജ് എണീറ്റു. ഇനി നമുക്ക് രതീഷിനെ ചോദ്യം ചെയ്യാം, പുഷ്പരാജ് മോഹിനിയോട് പറഞ്ഞു. അവർ അവിടെ നിന്ന് ലോഡ്ജിലേക്ക് പുറപ്പെട്ടു. ലോഡ്ജിൽ കാവലേർപ്പെടുത്തിയിരുന്നു. മൃതശരീരം അവിടെ നിന്നും നീക്കം ചെയ്തുകൊണ്ട് അധികം ആളുകൾ സ്ഥലത്തുണ്ടായിരുന്നില്ല. എങ്കിലും രതീഷിനെ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ അവിടെ ചിലർ തങ്ങിയിരുന്നു. ലോഡ്ജിന്റെ ഗേറ്റിലും രതീഷിന്റെ മുറിയുടെ വാതിൽക്കലും പോലീസ് കാവലേർപ്പെടുത്തിയിരുന്നു. മറ്റാരുടെയും കാൽപ്പാടുകൾ പതിയാതിരിക്കുവാൻ പലകകൾ നിരത്തിയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അകത്തു കടന്നത്. മരണവിവരം അറിഞ്ഞതിനു ശേഷം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലാതെ മറ്റാരും തന്നെ ഉള്ളിൽ കടക്കുവാൻ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് തെറ്റായ കാൽപ്പാടുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കപ്പെട്ടു. ഒരു പോലീസ് ജീപ്പ് ലോഡ്ജിനു പുറത്ത് കടന്നിരുന്നു. രതീഷിനെ തൽക്കാലം അറസ്റ്റ് ചെയ്താൻ നിർദ്ദേശം നൽകിയിരുന്നു. ഒരു പ്രത്യേക രീതിയിൽ ആ കേസ് അന്വേഷിക്കുവാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട ശേഷം പുഷ്പരാജും മോഹിനിയും പലകകളിൽ ചവിട്ടി ലോഡ്ജിനുള്ളിൽ കടന്നു. രതീഷിന്റെ മുറിയുടെ വാതിൽക്കൽ വരെ പലകകൾ ഇട്ടിരുന്നു. രതീഷ് ഒരു കസേരയിലിരുന്ന് മേശയിൽ കൈവച്ച് ശിരസും താങ്ങിയിരുന്നിരുന്നു. മിസ്റ്റർ രതീഷ്, അയാൾ പെട്ടെന്ന് ശിരസുയർത്തി. നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാനാണ് ഞാൻ വന്നത്. സത്യസന്ധമായ മറുപടികളാണ് ആവശ്യം. നിങ്ങളിപ്പോൾ ഒരു കൊലപാതക കേസിൽ കുടുങ്ങിയിരിക്കുകയാണ്. പുഷ്പരാജ് ഒരു സിഗരറ്റ് കത്തിച്ചു. നിങ്ങൾ വലിക്കുമോ? അദ്ദേഹം സിഗരറ്റ് നീട്ടി. വേണ്ട സർ. അയാൾ തലേന്ന് മദ്യപിച്ചതിന്റെ ഫലമായി കൺപോളകൾ തടിച്ചു തൂങ്ങിയിരുന്നു. ഇന്നലെ രാത്രി നിങ്ങൾ സുരേന്ദ്രനെ എപ്പോഴാണ് കണ്ടത്? പുഷ്പരാജ് ചോദിച്ചു. 9 മണിക്ക്, അയാൾ പറഞ്ഞു. നിങ്ങൾ ഒരുമിച്ച് ബാറിൽ നിന്ന് വന്നു ഇല്ലേ? അല്ല, ഞാൻ 8:30 ആയപ്പോൾ ഇവിടെ എത്തി. അല്പം കഴിഞ്ഞ് സുരേന്ദ്രൻ എന്നെ മുറിയിലേക്ക് ക്ഷണിച്ചു. ഇവിടെ വന്ന് ക്ഷണിച്ചതാണോ അതോ നിങ്ങൾ അങ്ങോട്ട് ചെന്നതാണോ? മുറിയിൽ നിന്നും വിളിച്ചതാണ്. നിങ്ങൾ അപ്പോൾ മദ്യപിച്ചിരുന്നുവോ? ഇല്ല. നിങ്ങൾ മുറിയിൽ ചെന്നപ്പോൾ സുരേന്ദ്രൻ എന്തെടുക്കുകയായിരുന്നു? റമ്മിന്റെ കുപ്പി തുറന്ന് ഗ്ലാസുകളിൽ പകരുകയായിരുന്നു. കഴിക്കുവാൻ ഇറച്ചി ഉണ്ടായിരുന്നോ? പപ്സ് കൊണ്ടുവന്നിരുന്നു. കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ സഹോദരിയുടെ കല്യാണക്കാര്യം പറഞ്ഞു ഇല്ലേ? പറഞ്ഞു. രൂപയുടെ കാര്യവും സ്വർണത്തിന്റെ കാര്യവും പറഞ്ഞോ? ഉവ്വ്. അത് എവിടെ വച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോ? കണ്ടു. ലോഡ്ജ് അകത്തു നിന്നും പൂട്ടിയത് ആരാണ്? ഞാനാണ്. കുടി കഴിഞ്ഞ് ലോഡ്ജിന്റെ പുറത്തേക്കുള്ള വാതിൽ തുറന്നുവോ? ഓർമ്മയില്ല.
കുടി കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും സുരേന്ദ്രന്റെ മുറിയിൽ പോയോ? ഇല്ല. സുരേന്ദ്രന്റെ രൂപയും ആഭരണങ്ങളും നിങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? എന്ത്? അയാളുടെ നെറ്റിയിൽ ചുളിവുകൾ ഉയർന്നു. അത് പോട്ടെ, നമുക്ക് കണ്ടുപിടിക്കാം. പുഷ്പരാജ് എണീറ്റു. അദ്ദേഹം ആ മുറിയിൽ കൂടി നടന്നു. പെട്ടെന്ന് അദ്ദേഹം തറയിൽ നിന്നും ഒരു സാധനം കുനിഞ്ഞെടുത്തു. അധ്യായം 2. അത് സ്ത്രീകൾ ശിരസിൽ ധരിക്കുന്ന ഒരു ഹെയർ പിൻ ആയിരുന്നു. ഡിറ്റക്റ്റീവ് പുഷ്പരാജിന്റെ നെറ്റിയിൽ ചുളിവുകൾ ഉയർന്നു. രതീഷിന്റെ മുറിയിൽ നിന്നും സ്ത്രീകൾ മാത്രം ധരിക്കുന്ന ഒരു വസ്തുവാണ് കണ്ടെടുത്തിരിക്കുന്നത്. ആ മുറിയിൽ ഒരു സ്ത്രീ വന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ആ വളഞ്ഞ കമ്പി തെളിയിച്ചിരിക്കുന്നു. തലേന്നു രാത്രിയിലോ ഇതിനു മുൻപ് എപ്പോഴോ ഒരു സ്ത്രീ അവിടെ കടന്നിരിക്കുന്നുവെന്നുള്ളത് തീർച്ചയാണ്. മിസ്റ്റർ രതീഷ്, നിങ്ങൾക്ക് സുരേന്ദ്രന്റെ സഹോദരിയുടെ വിവാഹത്തെക്കുറിച്ച് മുൻപേ അറിയാമായിരുന്നോ? പുഷ്പരാജ് ചോദ്യം മറ്റൊരു വഴിക്ക് തിരിച്ചുവിട്ടു. അറിയാമായിരുന്നു. അയാൾ തറപ്പിച്ചു പറഞ്ഞു. നിങ്ങൾ സുരേന്ദ്രന്റെ സഹോദരിയെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടെ വെച്ച്? ഇവിടെ ഒരു ദിവസം വന്നിരുന്നു. നിങ്ങളുടെ മുറിയിൽ ആ യുവതി വന്നിരുന്നോ? ഇല്ല. എവിടെ വെച്ചാണ് കണ്ടത്? സുരേന്ദ്രന്റെ മുറിയിൽ വെച്ച്. സുന്ദരിയാണോ? അതെ. എത്ര തവണ നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ട്? ഒരു തവണ. അവരുടെ പേരെന്തായിരുന്നു? സുജാത. നിങ്ങൾ ആരെയെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ സ്ത്രീകളുണ്ടല്ലോ? ഉണ്ട്. അവരിൽ ആരാണ് ഇവിടെ വന്നിട്ടുള്ളത്? ഇവിടെ ആരും വന്നിട്ടില്ല. ഒരിക്കൽ പോലും വന്നിട്ടില്ലേ? ഇല്ല. തീർച്ചയായും ഇല്ലേ? ഇല്ല. ഇന്നലെ രാത്രി സുരേന്ദ്രൻ എപ്പോഴാണ് കിടന്നത്? 10 മണി കഴിഞ്ഞു. സുരേന്ദ്രൻ കിടന്നു കഴിഞ്ഞാണോ നിങ്ങൾ മുറി വിട്ടു പോന്നത്? അല്ല. സുരേന്ദ്രൻ കണക്കിൽ കൂടുതൽ കുടിച്ചു ഇല്ലേ? സാധാരണ അവൻ കുടിക്കാറുള്ളതാണ്. കുടി കഴിഞ്ഞ് അയാൾ കട്ടിലിൽ കിടന്നു. നിങ്ങൾ കസേരയിലിരുന്ന് സംസാരിച്ചു ഇല്ലേ? അല്ല. ഞാൻ ആ മുറി വിട്ടു പോന്നപ്പോൾ സുരേന്ദ്രൻ കസേരയിലിരിക്കുകയായിരുന്നു. സുരേന്ദ്രന്റെ മുറി പൂട്ടിയിരുന്നുവോ? ഞാൻ പോരുമ്പോൾ പൂട്ടിയിരുന്നില്ല. നിങ്ങൾ മുറിക്കകത്ത് വന്ന ശേഷം പിന്നീട് എന്തിനാണ് വീണ്ടും ആ മുറിയിൽ പോയത്? അയാൾ പുഷ്പരാജിനെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. നിങ്ങൾ പിന്നീട് എന്തിനാണ് പോയത്? ഞാൻ പോയില്ല. ഇവിടെ വന്ന് മുറിയടച്ച് കിടന്നു. കിടന്നപ്പോൾ എന്തെങ്കിലും വായിച്ചുവോ? വായിച്ചു. എന്താണ് വായിച്ചത്? അനദർ ഡേവിഡ് എന്ന കഥ. ശാന്ത ഗോഖലെ എഴുതിയ കഥയല്ലേ? അതെ. അത് മുഴുവനും വായിച്ചുവോ? ഇല്ല. എവിടം വരെ വായിച്ചു? ദ ബസ് വാസ് സ്റ്റോപ്ഡ് വരെ. ആ ഖണ്ഡിക പൂർണ്ണമാക്കിയില്ല അല്ലേ? ഇല്ല. പിന്നീട് നിങ്ങൾ സുരേന്ദ്രൻ ഉറങ്ങൂ എന്ന് പോയി നോക്കിയില്ലേ? ഇല്ല. ഞാൻ ഉറങ്ങി. അതിനുശേഷം എപ്പോഴാണ് ഉണർന്നത്? രാവിലെ. രാത്രി എണീക്കുന്ന ശീലമില്ലേ? ഇല്ല. ധാരാളം മദ്യപിക്കുമ്പോൾ രാത്രി ഉണരാറില്ലേ? ഇല്ല. മദ്യപിക്കുന്നവർ സാധാരണ രാത്രിയിൽ ഉണർന്ന് വെള്ളം കുടിക്കുന്ന പതിവുണ്ടല്ലോ. ഈ കൂജ നിങ്ങൾ എടുത്ത് മേശപ്പുറച്ചു വെച്ചതല്ലേ? പുഷ്പരാജ് ചോദിച്ചു. ആ മുറിയുടെ ഒരു മൂലയിൽ ഒരു ചെറിയ പലകയിൽ കൂജ വെച്ചിരിക്കുന്നതിന്റെ അടയാളം ഉണ്ടായിരുന്നു. ആ കൂജ അവിടെ നിന്ന് മേശയിൽ വരണമെങ്കിൽ രതീഷ് രാത്രിയിൽ എടുത്തതായിരിക്കണമെന്ന് അദ്ദേഹം ഊഹിച്ചു. സുരേന്ദ്രന്റെ മുറിയിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം ആയിരിക്കണം വെള്ളം കുടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അസാധാരണമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. അതേസമയം ആ മുറിയിൽ കാണപ്പെട്ട ഹെയർ പിൻ സംശയത്തിന് വീണ്ടും ഇട നൽകി. ഈ മുറിയിൽ നിങ്ങൾ താമസമാക്കിയിട്ട് എത്ര മാസമായി? 6 മാസം കഴിഞ്ഞു. സുരേന്ദ്രന്റെ സഹോദരി ഇവിടെ വന്നിട്ടുണ്ടോ? പുഷ്പരാജ് വീണ്ടും ചോദിച്ചു. ഉണ്ട്. ഈ 6 മാസത്തിനകം മറ്റേതെങ്കിലും സ്ത്രീകൾ ഈ മുറിക്കുള്ളിൽ കടന്നിട്ടുണ്ടോ? ഇല്ല. ഈ മുറി വൃത്തിയാക്കുന്നത് സ്ത്രീയല്ലേ? അല്ല, ഒരു ആൺകുട്ടിയാണ്. സുരേന്ദ്രന്റെ സഹോദരി ഈ മുറിയിൽ വന്നതായി അറിയാമോ? ഇല്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് കാണുകയായിരുന്നു. രാത്രികാലങ്ങളിൽ അബോധാവസ്ഥയിൽ ഇറങ്ങി നടക്കുന്ന സ്വഭാവം ചിലർക്കുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കങ്ങനെയുണ്ടോ? ഇല്ല. ദുസ്വപ്നം കാണാറുണ്ടോ? അതായത് അതിഭീകരമായതും പൈശാചികമായതുമായ സ്വപ്നങ്ങൾ കാണാറുണ്ടോ? പുഷ്പരാജ് ചോദിച്ചു. നൈറ്റ് മെയറിനെ കുറിച്ചാണോ സർ ചോദിച്ചത്? രതീഷ് തിരക്കി. അതെ, ഉണ്ട് സർ. ചിലപ്പോൾ ഞാൻ ഭീകരമായ സ്വപ്നങ്ങൾ കാണാറുണ്ട്. അതെങ്ങനെയുള്ളതാണ്? എന്നെ അരൂപികളായ ജീവികൾ കൊല്ലാൻ വരുന്നത് പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. പിശാചുകളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? മനസ്സിലായില്ല സർ. ഭീകരകഥകൾ വായിച്ച് നിങ്ങൾ ഭയന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ പാരാസൈക്കോളജിയെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താണ് വായിച്ചത്? രതീഷ് തന്റെ തലയണയുടെ അടിയിൽ നിന്നും ഒരു ഗ്രന്ഥം കയ്യിലെടുത്ത് പുഷ്പരാജിന്റെ കയ്യിൽ കൊടുത്തു. പാരാസൈക്കോളജിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആ ഗ്രന്ഥത്തിൽ കൂടി പുഷ്പരാജ് കണ്ണോടിച്ചു. ഈ ബുക്ക് എന്റെ കൈവശമിരിക്കട്ടെ. അദ്ദേഹം അത് മോഹിനിയെ ഏൽപ്പിച്ചു. മാനസികമായ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സുരേന്ദ്രനോട് വൈരാഗ്യം തോന്നിയിട്ടുണ്ടോ?
വളരെ നിസ്സാരമായ കാര്യത്തിൽ പോലും? പുഷ്പരാജ് തിരക്കി. അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പറയാം. ഇല്ല, ഞങ്ങൾ ഒരിക്കലും പിണങ്ങിയിട്ടില്ല. സുരേന്ദ്രന്റെ സഹോദരിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ അവരെ ഒരു സഹോദരിയായി മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അവരെ വിവാഹം കഴിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. സുരേന്ദ്രൻ നിങ്ങളോട് അതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ശരി, ഇനി ആവശ്യമുള്ളപ്പോൾ നിങ്ങളെ കണ്ടുകൊള്ളാം. പുഷ്പരാജ് എണീറ്റു. അദ്ദേഹം മോഹിനിയുമായി കാറിൽ കയറി യാത്രയായി. മോഹിനിയുടെ ഫ്ളാറ്റിലേക്കാണ് അവർ പോയത്. അവിടെ ഡോക്ടർ വിശ്വദേവ് ചില പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ പോയിട്ട്? അദ്ദേഹം കണ്ണട ഉയർത്തി വെച്ചുകൊണ്ട് ചോദിച്ചു. അയാളെ ചോദ്യം ചെയ്തു. പക്ഷെ അയാളിൽ നിന്നും ആ മരണത്തെക്കുറിച്ചുള്ള യാതൊരു തുമ്പും ലഭിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ മുറിയിൽ നിന്ന് ഒരു ഹെയർ പിൻ കണ്ടെടുത്തു. അതാണിത്. പുഷ്പരാജ് അത് മേശപ്പുറത്തിരുന്ന ഗ്ലാസ്സിൽ വെച്ചു. വിശ്വദേവ് അത് നിരീക്ഷിച്ചു. ഇത് പഴക്കമുള്ളതല്ല, എണ്ണമയം അവശേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ രാത്രിയിൽ ഒരു സ്ത്രീ ആ മുറിയിൽ കടന്നിട്ടുള്ളതിന്റെ തെളിവാണിത്. പക്ഷേ അയാളത് നിഷേധിക്കുന്നുണ്ട് അല്ലേ? അദ്ദേഹം ചോദിച്ചു. അതെ. അയാളുടെ സംസാരത്തിൽ നിന്നും താങ്കൾക്ക് എന്താണ് തോന്നിയത്? വിശ്വദേവ് ആരാഞ്ഞു. യാതൊരുവിധ സംശയവും ജനിപ്പിക്കത്തക്ക രീതിയിലല്ല അയാൾ സംസാരിച്ചത്. വളരെ ബോധത്തോടെയാണ് ഓരോ മറുപടിയും തന്നത്. ബോധപൂർവം തന്നതാണോ? അല്ല. ഞാൻ തിരിച്ചും മറിച്ചും ചോദിച്ചു. പുഷ്പരാജ് ഒരു സിഗരറ്റിന് തീ കൊളുത്തി ഉലാത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ ചിലന്തി വല നെയ്യുന്നത് പോലെ തോന്നി. യാതൊരു തുമ്പും കിട്ടുന്നില്ല. മിസ്റ്റർ സുരേന്ദ്രനുമായി എന്തെങ്കിലും തരത്തിൽ അയാൾ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ മദ്യത്തിന്റെ പിടിയിലമർന്നപ്പോൾ അത് പൊന്തി വരാൻ സാധ്യത കാണുന്നുണ്ട്. സാധാരണ മദ്യപന്മാർക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുള്ളതാണ്. മദ്യം തലച്ചോറിൽ പ്രവർത്തിക്കുമ്പോൾ പഴയ സംഭവങ്ങൾ പൊന്തി വരും. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില ചെറിയ പകകൾ കൊലപാതകത്തിന് വഴിതെളിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതലും മൽപിടുത്തത്തിൽ കൂടിയാണ് നടന്നിട്ടുള്ളത്. കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളതായിരിക്കില്ല. സുരേന്ദ്രന്റെ മരണം കരുതിക്കൂട്ടി ചെയ്തതുപോലെയാണ് കാണുന്നത്. ഉറങ്ങിക്കിടന്നപ്പോഴാണ് കൊല നടന്നിട്ടുള്ളത്. ഒരു സ്ത്രീ അവിടെ വന്നിട്ടുള്ളതായി തെളിവുമുണ്ട്. ഹെയർപിൻ രതീഷിന്റെ മുറിയിൽ കാണപ്പെട്ട സ്ഥിതിക്ക് അവൾ അയാളുടെ മുറിയിൽ കടന്നിട്ടുള്ളത് നിശ്ചയമാണ്. അതേക്കുറിച്ച് യാതൊന്നും അറിഞ്ഞുകൂടെന്നാണ് അയാൾ വാദിക്കുന്നത്. ഈ പുസ്തകം നിങ്ങൾ വായിച്ചിരുന്നു. മോഹിനി ബാഗിൽ നിന്ന് അതെടുത്തു. ഡോക്ടർ വിശ്വദേവ് അത് മറിച്ചു നോക്കി. അതിൽ ഒരു പ്രത്യേക ഭാഗം മടക്കി വച്ചിരുന്നു. ഇതാ, ഇത് നോക്ക്. വിശ്വദേവ് പുസ്തകം പുഷ്പരാജിന്റെ കയ്യിൽ കൊടുത്തു. അധ്യായം 3. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് പുസ്തകത്തിന്റെ താളുകളിൽ കൂടി കണ്ണുകൾ ഓടിച്ചു. എല്ലാ ജീവജാലങ്ങൾക്കും അതിന്റെ സ്ഥൂല രൂപത്തെ പൊതിഞ്ഞുകൊണ്ട് അഭൗമികമായ ഒരാവരണമുണ്ട്. ഓറ എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമധേയം. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഓറ കൂടാതെ മറ്റ് 7 ആവരണങ്ങൾ കൂടിയുള്ളതായി പാരാസൈക്കോളജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ 7 ആവരണങ്ങളിൽ ഒന്നിന് ഈതറ്റിക് ബോഡി എന്നു പറയുന്നു. ഇത് മനുഷ്യ ശരീരം നശിച്ചാലും അന്തരീക്ഷത്തിൽ തന്നെ കാണപ്പെടുന്നു. ദൗർബല്യമുള്ളവരുടെ ശരീരത്തിൽ അലഞ്ഞുതിരിയുന്ന ഈതറ്റിക് ബോഡി കടന്നുകൂടുന്നു. ചിലർ അവർക്ക് ഒരിക്കലും നിശ്ചയമില്ലാത്ത ഭാഷയും വിവരങ്ങളും അബോധാവസ്ഥയിൽ സംസാരിക്കുന്നത് ഇതുമൂലമാണ്. ഇതിൽ നിന്ന് എന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? ഡോക്ടർ വിശ്വദേവ് അന്വേഷിച്ചു. പാരാസൈക്കോളജിയെക്കുറിച്ച് രതീഷ് പഠിക്കുന്നുണ്ടായിരുന്നു, പുഷ്പരാജ് പറഞ്ഞു. അതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? മോഹിനി തിരക്കി. ഈ മനുഷ്യൻ മറ്റാരുടെയോ പ്രേരണ മൂലമാണ് ആ സംഭവം നടത്തിയതെന്ന് അനുമാനിക്കുവാൻ വഴിയുണ്ട്. മറ്റാരുടെയെങ്കിലും എന്ന് വച്ചാൽ അദൃശ്യമായ ഏതോ ശക്തിയുടെ എന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കുകയില്ല. അങ്ങനെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധ്യമല്ല. ആരുടെയോ പ്രേരണ മൂലമാണിതെന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷെ അത് അദൃശ്യമായ ഈതറ്റിക് ബോഡിയുടെ പ്രവർത്തനമാണ് എന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ല. മാത്രമല്ല, രതീഷിന്റെ മുറിയിൽ ഒരു സ്ത്രീ വന്നതിന്റെ അടയാളമുണ്ട്. അദൃശ്യമായ ഒന്നിന് ഹെയർപിൻ ധരിക്കേണ്ട ആവശ്യമില്ലല്ലോ, പുഷ്പരാജ് പറഞ്ഞു. അത് ശരി തന്നെ. വിശ്വദേവ് ചിന്തയിലാണ്ടു. അവിടെ വന്നുവെന്ന് കരുതുന്ന ആ സ്ത്രീക്ക് ഈ കേസിൽ ഒരു പ്രധാന പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സുരേന്ദ്രന്റെ മരണത്തിന് ശേഷം സ്വർണവും പണവും ആ സ്ത്രീ അവിടെ നിന്ന് കൊണ്ടുപോയി കാണുമെന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ സ്ത്രീയുടെ പ്രേരണ മൂലമാണ്. കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും അയാൾ യാതൊന്നും അവിടെ നിന്നും നീക്കം ചെയ്തിട്ടില്ലെന്ന് നാം കരുതണം. അങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും അവിടെ കഴിഞ്ഞുകൂടുകയില്ല.
മദ്യത്തിന്റെ ലഹരിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണഗതിക്ക് അവിടെ നിന്ന് അയാൾ അതുമായി രക്ഷപ്പെടുവാൻ ശ്രമിക്കും. പുഷ്പരാജ് അഭിപ്രായപ്പെട്ടു. ഡോക്ടർ വിശ്വദേവ് പുഷ്പരാജിന്റെ വിശദീകരണം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു. അയാൾ താൻ പഠിച്ചിട്ടുള്ള പല പരീക്ഷണങ്ങളും അറിവുകളും വെച്ച് ചിന്തിച്ചു. പുഷ്പരാജ് ഒരു സിഗരറ്റിന് തീ കൊളുത്തി. അദ്ദേഹം മുറിക്കുള്ളിൽ ഉലാത്തിക്കൊണ്ടിരുന്നു. ഒരു വല്ലാത്ത കേസിലാണ് താൻ പെട്ടിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. സംശയിക്കത്തക്ക രീതിയിലുള്ള പ്രതി കസ്റ്റഡിയിൽ തന്നെയുണ്ട്. പക്ഷേ അയാളാണ് ആ കൊല ചെയ്തതെന്ന് തെളിയിക്കുവാനുള്ള ശരിയായ ന്യായങ്ങൾ കാണുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് അയാളെ കുറ്റക്കാരനാക്കുവാൻ കഴിയും. അയാളെ കോടതിയിൽ കയറ്റി വേണമെങ്കിൽ തെളിവുകൾ ഹാജരാക്കുവാനും കഴിയും. ശിക്ഷിക്കുകയും ചെയ്യാം. എന്നാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ രക്ഷപ്പെടുകയും ചെയ്യും. ശക്തനായ ഒരാളുടെ ഇരയായി തീരുകയാണ് രതീഷ് എന്ന് പുഷ്പരാജിന്റെ ഉപബോധ മനസ്സ് പറഞ്ഞു. ആ മുറിയിൽ ഒരു യുവതി വന്നുവെന്നതുകൊണ്ട് ആ യുവതിയെ കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഈ കേസിന്റെ ഒരു തുമ്പ് ലഭിച്ചേക്കും. പക്ഷെ അവളെ എവിടെ നിന്നും കണ്ടുപിടിക്കും? ഡോക്ടർ, ഞാനൊരു അഭിപ്രായം പറയട്ടെ. വലിച്ചു തീർന്ന സിഗരറ്റ് ജനാലയിൽ കൂടി വലിച്ചെറിഞ്ഞ് അത് വീണ സ്ഥലം തീർച്ചയാക്കിയ ശേഷം അദ്ദേഹം തിരിഞ്ഞു. എന്താണ്? ഡോക്ടർ ശിരസുയർത്തി. മോഹിനി പുഷ്പരാജ് പറഞ്ഞത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അയാളുടെ മനോമുകുരത്തിൽ കൂടി പല സ്ത്രീകളുടെ മുഖങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അവർ എണീറ്റു. കുറ്റവാളികളായ സ്ത്രീകളുടെ ചിത്രം അടങ്ങിയിട്ടുള്ള ആൽബം മറിച്ചു നോക്കി. അവയിൽ ഹെയർപിൻ ധരിക്കുന്ന സ്ത്രീകളെ മാത്രം കണ്ടുപിടിക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം. തലമുടി പിന്നിയിട്ടിരിക്കുന്നവരുടെ ചിത്രങ്ങൾ അവൾ ശ്രദ്ധിച്ചില്ല. മിസ്റ്റർ രതീഷിനെ ഹിപ്നോട്ടൈസ് ചെയ്താലോ? പുഷ്പരാജ് ഡോക്ടർ വിശ്വദേവിന്റെ അഭിപ്രായം ആരാഞ്ഞു. ഞാനത് ഉദ്ദേശിച്ചതാണ്. പക്ഷേ മദ്യത്തിന്റെ ലഹരിയിലാണ് അയാൾ ആ കൃത്യം നിർവഹിച്ചതെങ്കിൽ ഹിപ്നോട്ടൈസ് നിദ്രയിൽ അയാളത് പറയുമെന്ന് തോന്നുന്നില്ല. പിന്നെ പരീക്ഷിച്ചു നോക്കാം. അത് പറയുമ്പോൾ ഡോക്ടർ വിശ്വദേവിന്റെ മസ്തിഷ്കത്തിൽ കൂടി അദ്ദേഹത്തിന് അടുത്ത പരിചയമുള്ള ഡോക്ടർ അബ്ദുൾ സമദിന്റെ രൂപം കടന്നുപോയി. ഡോക്ടർ സമദ് ഡിറ്റക്റ്റീവ് പുഷ്പരാജിന്റെ ഒരു സുഹൃത്തു കൂടിയാണ്. ചെറുപ്പക്കാരനും സുന്ദരനുമായ ഡോക്ടർ പല കേസുകളിലും പുഷ്പരാജിനെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉപദേശം ചിലപ്പോൾ പുഷ്പരാജ് തേടാറുണ്ട്. അദ്ദേഹം സൈക്കോളജിയിലും പഠനം നടത്തിയിട്ടുണ്ട്. ഒരു സൈക്യാട്രിസ്റ്റ് എന്ന പേരെടുത്തില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന് അതേക്കുറിച്ച് അറിവുണ്ടെന്ന് പുഷ്പരാജിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ സമദിനെ ഈ കേസിൽ ബന്ധപ്പെടുത്തുവാൻ പുഷ്പരാജ് തീരുമാനിച്ചു. മിസ്റ്റർ പുഷ്പരാജ്, ഇടയ്ക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ? വിശ്വദേവ് പൈപ്പിൽ നിന്നും ചാരം ആഷ്ട്രയിൽ തട്ടിയിടുന്നതിനിടയിൽ ചോദിച്ചു. മോഡസ് ഒപ്രാൻഡിയെക്കുറിച്ച് ചിന്തിച്ചുവോ? ഉവ്വ്, ആദ്യം ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചു. പക്ഷെ ഈ കേസിൽ അത് പ്രായോഗികമല്ലല്ലോ. രതീഷ് ഇതിനു മുൻപ് കുറ്റം ചെയ്തതായി രേഖകളൊന്നും തന്നെയില്ല. അയാളുടെ പഴയകാല ചരിത്രം ഞാൻ അന്വേഷിച്ചു. ഇത് ആദ്യത്തേതായിരിക്കുകയില്ലേ? ഡോക്ടർ തിരക്കി. അതാവാം. രതീഷിന്റെ പഴയകാല ചരിത്രങ്ങളും ബന്ധങ്ങളും കുറെ കൂടി മനസ്സിലാക്കാനുണ്ട്, പുഷ്പരാജ് പറഞ്ഞു. ഒരു കാര്യം ചെയ്യൂ. ഡോക്ടർ വിശ്വദേവ് ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചു. എന്താണ്? പുഷ്പരാജ് ആകാംക്ഷാഭരിതനായി. ചില പ്രത്യേക നിമിഷങ്ങളിൽ ഡോക്ടർ വിശ്വദേവിന്റെ ഉപദേശങ്ങൾ വളരെ സ്വീകാര്യമായി അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശാസ്ത്രീയ വീക്ഷണത്തിൽ കൂടിയുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ വിലയുണ്ട്. ഞാൻ ഡോക്ടർ അബ്ദുൾ സമദുമായി ഈ കേസിനെ കുറിച്ചൊന്ന് സംസാരിക്കട്ടെ. പുഷ്പരാജ് ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നു. വരൂ മോഹിനി, നമുക്ക് ഡോക്ടറുടെ അടുക്കലേക്ക് പോകാം. ഈ സമയം അദ്ദേഹം വീട്ടിൽ കാണും. പുഷ്പരാജ് മോഹിനിയുടെ നേരെ കണ്ണയച്ചു. അവർ നേരെ ഡോക്ടർ സമദിന്റെ വസതിയിലേക്ക് തിരിച്ചു. തന്റെ വസതിയിൽ വെച്ച് അത്യാവശ്യത്തിന് ചില രോഗികളെ പരിശോധിക്കുക ഡോക്ടറുടെ പതിവാണ്. പക്ഷെ അധികം പേർ ഉണ്ടായിരുന്നില്ല. പുഷ്പരാജിനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം സുസ്മേരവദനായി സ്വീകരിച്ചു. അവർ വന്നതിൽ എന്തെങ്കിലും കാരണം കാണുമെന്ന് ഡോക്ടർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് രോഗികളെ അദ്ദേഹം വേഗം പരിശോധിച്ചു. എന്താണ് വിശേഷം? ജോലി അവസാനിച്ച ശേഷം ഡോക്ടർ സ്വീകരണ മുറിയിൽ വന്നിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഒരു മരണത്തെക്കുറിച്ച് ഡോക്ടർ കേട്ടിരിക്കുമല്ലോ. ഒരു സുരേന്ദ്രന്റെ മരണം ലോഡ്ജിൽ വെച്ച്. ഉവ്വ്, ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു. ആ മരണം ഒരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എന്നാൽ അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വളരെ വിചിത്രമായ രീതിയിൽ കലാശിക്കുകയാണ് ചെയ്തത്. സുരേന്ദ്രന്റെ ഒരു സ്നേഹിതൻ രതീഷ് ആ ലോഡ്ജിൽ താമസമുണ്ട്. അയാളാണ് കൊല നടത്തിയതെന്നുള്ള സംശയത്തിലാണിപ്പോൾ. എന്നാൽ രതീഷിനെ ചോദ്യം ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ലഭിച്ചില്ല.
അവർ തമ്മിലുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യുവാൻ രതീഷിന് യാതൊരു കാര്യവും കാണുന്നില്ല. ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. മിസ്റ്റർ രതീഷ് മറിഞ്ഞമറിഞ്ഞ സുരേന്ദ്രന്റെ സഹോദരിയുടെ വിവാഹാവശ്യത്തിനായി 3700 രൂപ ബാങ്കിൽ നിന്നെടുത്തിട്ടുണ്ട്. രതീഷിന്റെ മറ്റൊരു സ്നേഹിതനാണ് അത് പറഞ്ഞത്. ആ നിലയ്ക്ക് അങ്ങനെ ഒരു സംരംഭത്തിന് അയാൾ മുതിരുമെന്ന് തോന്നുന്നില്ല. ഇതിൽ വളരെ വിചിത്രമായ മറ്റൊന്നു കൂടിയുണ്ട്. രതീഷിന്റെ മുറിയിൽ ഒരു സ്ത്രീ കൊലപാതകം നടന്ന രാത്രിയിൽ വന്നതായി വിശ്വസനീയമായ തെളിവുണ്ട്. ബോധാവസ്ഥയിൽ രതീഷ് ഒരിക്കലും ഇത്തരത്തിൽ ഒരു കൊലപാതകം ചെയ്യുകയില്ല, പുഷ്പരാജ് വിശദീകരിച്ചു. അതെങ്ങനെ വിശ്വസിക്കാം? ഡോക്ടർ ചോദിച്ചു. കാരണം ഞാൻ രതീഷിനെ പല വിധത്തിൽ ചോദ്യം ചെയ്തു. മറ്റൊന്നുകൂടിയുണ്ട്. ബോധാവസ്ഥയിൽ അയാൾ ആ കൊല നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ രക്ഷപ്പെടുവാൻ ഒരു ശ്രമം നടത്തുമായിരുന്നു. താങ്കൾ പറഞ്ഞല്ലോ ഒരു സ്ത്രീ അവിടെ വന്നുവെന്ന്. അവളുടെ കയ്യിൽ കൊല നടത്തിയ ശേഷം സുരേന്ദ്രന്റെ കയ്യിലുള്ള വസ്തുക്കൾ കൊടുത്തയക്കരുതോ? അങ്ങനെ ചെയ്യണമെങ്കിൽ അത് രതീഷിന്റെ വളരെ അടുത്ത ആളായിരിക്കണം. വസ്തുക്കൾ, പ്രത്യേകിച്ച് സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തയക്കുമ്പോൾ അതുകൊണ്ടു പോകുന്ന ആൾ വളരെ അടുത്ത ആളല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭാര്യയോ സഹോദരിയോ അല്ലെങ്കിൽ അതിൽ കൃത്രിമം ചെയ്യുവാൻ സാധിക്കും. അത്തരത്തിലൊരു കഥ എനിക്കറിയാം. ഒരിക്കൽ അത്തരത്തിലുള്ള ഒരു കേസ് ഞാൻ കൈകാര്യം ചെയ്തതാണ്. വളരെയധികം സാമ്പത്തിക ശേഷിയുള്ള ഒരു സ്ത്രീക്ക് പെട്ടെന്ന് കുറെ പണത്തിനാവശ്യമായി വന്നു. അവർ തനിക്ക് വിശ്വസിക്കുവാൻ കൊള്ളുന്ന മാന്യനെന്ന് തോന്നുന്ന ഒരാളുടെ കയ്യിൽ 40 പവൻ സ്വർണ്ണാഭരണങ്ങൾ പണയം വയ്ക്കുവാൻ കൊടുത്തയച്ചു. അയാൾ പണയം വെച്ചു. പണം സ്ത്രീക്ക് കൊടുക്കുകയും ചെയ്തു. 3 മാസം കഴിഞ്ഞു. പണയം തിരികെ എടുക്കുവാൻ പണവും പലിശയും നൽകി സുഹൃത്തിനെ അയച്ചു. അയാൾ പറഞ്ഞ മറുപടി വിചിത്രമായിരുന്നു. പണയം വെച്ച ആഭരണങ്ങൾ ബാങ്കുടമ വിറ്റു അത്രേ. ബാങ്കുടമ എന്ന് പറഞ്ഞത് പലിശയ്ക്ക് പണം നൽകുന്ന ഒരാളാണ്, അധികൃത ബാങ്കുടമയല്ല. കൂടാതെ ആ സ്ത്രീ കൊടുത്തയച്ച ആഭരണങ്ങളിൽ 7 പവനോളം തൂക്കം വരുന്ന ആഭരണങ്ങൾ യഥാർത്ഥ സ്വർണമല്ലതാനും. അന്വേഷണം നടത്തിയതിൽ ഇടയ്ക്കു നിന്ന മാന്യനാണ് ആ പണി പറ്റിച്ചതെന്ന് അറിയുവാൻ കഴിഞ്ഞു. പക്ഷെ തെളിവില്ലാതെ ആ കേസിന് പോയി. ഒന്നിനും വിശ്വാസമില്ലാത്ത രേഖകളില്ലായിരുന്നു. ഈ കേസിൽ രതീഷിന് അടുത്ത ബന്ധുക്കളില്ല. അതുകൊണ്ട് രതീഷ് ഈ കൊലപാതകം നടത്തിയത് അബോധാവസ്ഥയിലാണ് എന്ന് ഞാൻ കരുതുന്നു. ഡോക്ടർ രതീഷിനെ ഹിപ്നോട്ടൈസ് ചെയ്യണം, പുഷ്പരാജ് ആവശ്യപ്പെട്ടു. ഡോക്ടർ സമദ് വാച്ചു നോക്കി. ശരി, ഇപ്പോൾ തന്നെ ആവട്ടെ. അദ്ദേഹം അകത്തേക്ക് പോയി. അവർ രതീഷ് താമസിക്കുന്ന ലോഡ്ജിലെത്തി. രതീഷ് അപ്പോൾ ചിന്തയിൽ ആണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർ സമദ് രതീഷിനെ മാസ്മര നിദ്രയ്ക്ക് വിധേയനാക്കി. മിസ്റ്റർ രതീഷ് തന്നെയല്ലേ നിങ്ങൾ? ഡോക്ടർ സമദ് പെട്ടെന്ന് ചോദിച്ചു. അല്ല. വളരെ വിചിത്രമായ മറുപടി. അതെനിക്ക് മനസ്സിലായി, ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ സമദിന്റെ ആ വാക്കുകളിൽ ഡിറ്റക്റ്റീവ് പുഷ്പരാജിന് അത്ഭുതം ജനിച്ചു. മുൻകൂട്ടി അറിവുള്ള പോലെ വളരെ ലാഘവത്തോടെയാണ് ഡോക്ടർ പറഞ്ഞത്. അറിയുവാനുള്ള ആകാംക്ഷയോടെ അവർ ഇരുന്നു. മിസ്റ്റർ സുരേന്ദ്രൻ മരിച്ചിട്ടില്ല, ഡോക്ടർ തറപ്പിച്ചു പറഞ്ഞു. അതിന് യാതൊരു മറുപടിയും ലഭിച്ചില്ല. മറ്റേതോ പ്രതികരണമാണ് ഡോക്ടർ പ്രതീക്ഷിച്ചിരുന്നതെന്ന് പുഷ്പരാജനും മോഹിനിക്കും തോന്നി. നിങ്ങൾ ആരാണ്? ഡോക്ടർ പെട്ടെന്ന് ചോദിച്ചു. ഞാൻ രതീഷാണ്. പെട്ടെന്നാണ് ആ ഭാവമാറ്റം രതീഷിൽ അവർ ദർശിച്ചത്. ഡോക്ടർ ആദ്യം ഹിപ്നോട്ടൈസ് ചെയ്ത ചോദ്യത്തിൽ നിന്ന് വിഭിന്നമായ സ്വരവും ആ മറുപടിക്കുണ്ടായിരുന്നു. പുഷ്പരാജ് ആ സംഭാഷണം ടേപ്പ് ചെയ്തുകൊണ്ടിരുന്നു. മിസ്റ്റർ സുരേന്ദ്രൻ മരിച്ചിട്ടില്ല, ഡോക്ടർ പഴയ വാചകം ആവർത്തിച്ചു. എന്ത്? സുരേന്ദ്രൻ മരിച്ചില്ലേ? ഹോ, ഞാൻ രക്ഷപ്പെട്ടു. മറുപടി. സുരേന്ദ്രനെ നിങ്ങൾ ശ്വാസം മുട്ടിച്ചാണ് കൊന്നതല്ലേ? പരസ്പര ബന്ധമില്ലാത്തൊരു ചോദ്യം തൊടുത്തുവിട്ടു. ഇല്ല, ഞാൻ ഒരിക്കലും സുരേന്ദ്രനെ കൊന്നിട്ടില്ല, രതീഷ് പെട്ടെന്ന് പറഞ്ഞു. ആ ശരീരത്തിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു വന്നു. അയാളുടെ കണ്ണുകളിൽ നിന്ന് ജലബിന്ദുക്കൾ ഒന്നിച്ചുകൂടി കവിളിലേക്കൊഴുകി. അയാളുടെ കവിൾത്തടങ്ങൾ ചുവന്നു വന്നു. നിങ്ങൾ സുരേന്ദ്രനെ കൊന്നത് എന്തിനാണ്? ഞാൻ കൊന്നില്ല, എനിക്കറിയില്ല. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് ഡോക്ടറെ അല്പം മാറ്റി നിർത്തി. അവർ വളരെ സാവധാനം സംസാരിച്ചു. ഡോക്ടർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എത്ര മണിക്കൂർ സമയം ഇയാളെ ഈ രീതിയിൽ കിടത്താം? പുഷ്പരാജ് തിരക്കി. 30 മിനിറ്റ്. അതു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് കുത്തിവയ്ക്കണം. ചിലപ്പോൾ കൂടുതൽ ക്ഷീണിച്ചെന്ന് വരും, ഡോക്ടർ പറഞ്ഞു. മിസ്റ്റർ രതീഷ്, നിങ്ങൾ ആഭരണങ്ങൾ എന്തിനാണ് ആ സ്ത്രീയെ ഏൽപ്പിച്ചത്? പുഷ്പരാജ് ചോദിച്ചു. അവർ ആവശ്യപ്പെട്ടു, രതീഷ് പറഞ്ഞു. ആ സ്ത്രീയെ നിങ്ങൾ എവിടെ വെച്ചാണ് പരിചയപ്പെട്ടത്? എനിക്കറിയില്ല. ആ സ്ത്രീ ഇവിടെ വന്നു ഇല്ലേ? വന്നു. നിങ്ങൾ ആഭരണവും പണവും അവരെ ഏൽപ്പിച്ചു. അതെ. എന്തിനാണ്? അറിഞ്ഞുകൂടാ. നിങ്ങൾ സുരേന്ദ്രനെ കൊന്ന ശേഷമാണ് അതെടുത്തതല്ലേ? ഇല്ല, ഞാൻ കൊന്നിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ സുരേന്ദ്രനെ കൊന്ന ശേഷം ആഭരണവും പണവും ആ സ്ത്രീയെ ഏൽപ്പിച്ചു അല്ലേ?
ഞാൻ സുരേന്ദ്രനെ കൊന്നില്ല. ആഭരണവും പണവും എങ്ങനെ എടുത്തു? അതവിടെ ഉണ്ടായിരുന്നു. എവിടെ? ബ്രീഫ് കേസിൽ. ആ സ്ത്രീ പറഞ്ഞിട്ടല്ലേ? അതെ. അങ്ങനെ ചെയ്യുവാൻ കാരണം അറിഞ്ഞുകൂടാ. സുരേന്ദ്രനെ കൊന്നതിന് ശേഷമാണോ അതെടുത്തത്? ഞാൻ കൊന്നിട്ടില്ല, അയാൾ തറപ്പിച്ചു പറഞ്ഞു. പുഷ്പരാജ് ഡോക്ടറുടെ അടുത്തേക്ക് വന്നു. മതി ഡോക്ടർ, ഇനി നമുക്ക് വിശകലനം ചെയ്താൽ മതി. ഡോക്ടർ രതീഷിനെ മാസ്മര നിദ്രയിൽ നിന്നും വിമുക്തനാക്കി. ഉറക്കത്തിൽ നിന്നതുപോലെ അയാൾ ഉണർന്നു. മിസ്റ്റർ രതീഷ്, ഇത് കുടിക്കൂ. ഡോക്ടർ അല്പം തണുത്ത വെള്ളം അയാൾക്ക് നൽകി. അയാൾ ഒറ്റ വലിക്കതകത്താക്കി. മിസ്റ്റർ രതീഷ്, നിങ്ങളിപ്പോൾ നിദ്രയിൽ നിന്ന് ഉണർന്നതുപോലെയാണ്. നിങ്ങൾ നിദ്രയിലായിരുന്നപ്പോൾ ആരുടെയൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, പുഷ്പരാജ് പറഞ്ഞു. രതീഷ് ടവൽ കൊണ്ട് മുഖം തുടച്ചു. ഒരു സ്ത്രീയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. സുരേന്ദ്രൻ മരിച്ച രാത്രിയിൽ അവളിവിടെ വന്നിരുന്നതായി തെളിവുകളുണ്ട്. ആ സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ ഒരു ഏകദേശ വിവരണം നൽകിയാൽ സുരേന്ദ്രന്റെ കൊലപാതകം കണ്ടുപിടിക്കുവാൻ എളുപ്പമാണ്. അന്നു രാത്രി ഒരു യുവതി ഇവിടെ വന്നു. നിങ്ങൾ അവളുടെ പ്രലോഭനത്തിന് വഴിപ്പെട്ടു. പുഷ്പരാജ് രതീഷിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. സർ, ഞാൻ അങ്ങനെയൊന്ന് ഓർക്കുന്നു പോലുമില്ല. എനിക്കെന്തോ വല്ലാതിരിക്കുന്നു. അയാൾ എന്തോ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. പുഷ്പരാജ് ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു. രതീഷ് അത് മുഴുവൻ ശ്രദ്ധിച്ചു. ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു? ഇനി നിങ്ങൾക്ക് ഒളിച്ചു വയ്ക്കുവാൻ കഴിയുമോ? അദ്ദേഹം ചോദിച്ചു. ഞാൻ ആകെ കുഴപ്പത്തിലാണ്, അയാൾ മന്ത്രിച്ചു. ആ സ്ത്രീ ഇവിടെ വന്നു. അവളുടെ പ്രേരണയിലാണ് നിങ്ങൾ ബ്രീഫ് കേസ് നൽകിയത്. എന്തോ എനിക്കൊന്നും പിടികിട്ടുന്നില്ല. അയാൾ ശിരസിൽ കൈവച്ചു. നിങ്ങൾ മറുപടി തന്നില്ലെങ്കിലും ആ സ്ത്രീയെ ഞങ്ങൾ കണ്ടുപിടിക്കും, പുഷ്പരാജ് പറഞ്ഞു. ഡോക്ടറും മോഹിനിയും സർ, ഞാൻ അങ്ങനെയൊന്നും ഓർക്കുന്നു പോലുമില്ല. എനിക്കെന്തോ വല്ലാതിരിക്കുന്നു. അയാൾ എന്തോ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. പുഷ്പരാജ് ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു. രതീഷ് അത് മുഴുവൻ ശ്രദ്ധിച്ചു. ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു? ഇനി നിങ്ങൾക്ക് ഒളിച്ചു വയ്ക്കുവാൻ കഴിയുമോ? അദ്ദേഹം ചോദിച്ചു. ഞാൻ ആകെ കുഴപ്പത്തിലാണ്, അയാൾ മന്ത്രിച്ചു. ആ സ്ത്രീ ഇവിടെ വന്നു. അവളുടെ പ്രേരണയിലാണ് നിങ്ങൾ ബ്രീഫ് കേസ് നൽകിയത്. എന്തോ എനിക്കൊന്നും പിടികിട്ടുന്നില്ല. അയാൾ ശിരസിൽ കൈവച്ചു. നിങ്ങൾ മറുപടി തന്നില്ലെങ്കിലും ആ സ്ത്രീയെ ഞങ്ങൾ കണ്ടുപിടിക്കും, പുഷ്പരാജ് പറഞ്ഞു. ഡോക്ടറും മോഹിനിയും പുഷ്പരാജും അവിടെ നിന്നും ഇറങ്ങി. രതീഷിനെ സുരേന്ദ്രന്റെ കൊലപാതകത്തിന് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പാർപ്പിച്ചു. അയാളുമായി പുറത്തുനിന്ന് ആർക്കെങ്കിലും സംസാരിക്കുവാൻ അനുമതിയും നിഷേധിച്ചു. കൂടാതെ ആരെങ്കിലും അയാളെ കാണുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ വിവരം ഉടൻ തന്നെ ചീഫ് ബാനർജിയെ അറിയിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഡോക്ടർ പുഷ്പരാജ് ഒരു സിഗരറ്റിന് തീ കൊടുത്തുകൊണ്ട് രതീഷിന്റെ വാക്കുകൾ പകർത്തിയ കാസറ്റിൽ നോക്കിക്കൊണ്ട് തുടർന്നു. ഈ കേസ് വളരെ വിചിത്രമായിട്ടുള്ള ഒന്നാണെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? എനിക്കിതേക്കുറിച്ച് ചിലത് പറയാനുണ്ട്. പക്ഷേ ഡോക്ടറുടെ അഭിപ്രായത്തിന് ഞാൻ മുൻതൂക്കം നൽകുന്നതുകൊണ്ട് താങ്കളുടെ അഭിപ്രായം ആദ്യം പറയൂ, പുഷ്പരാജ് ആവശ്യപ്പെട്ടു. ഞാൻ പറയുന്നത് ഒരുപക്ഷെ താങ്കൾ വിശ്വസിക്കുകയില്ല. എന്നാൽ ഞാൻ അതേക്കുറിച്ച് എൻ്റെ സ്വന്തമായ തീരുമാനത്തിൽ രൂപം കൊണ്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാ ആ ഫയൽ. ഡോക്ടർ സമദ് നീല കവറുള്ള ഒരു ഫയൽ നീക്കിവച്ചു. താങ്കളുടെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഈ ഫയൽ തുറന്നു പരിശോധിക്കാം, അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ അഭിപ്രായം പുഷ്പരാജിന് സ്വീകാര്യമായി. അദ്ദേഹം മോഹിനിയെ നോക്കി. അവൾ ഒരു സ്റ്റെനോഗ്രാഫറുടെ മനോഭാവത്തോടെ പുഷ്പരാജിനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. മണി രാത്രി 8 കഴിഞ്ഞു. നഗരത്തിൽ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള ഒരു പഴയ കെട്ടിടത്തിലിരുന്നാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ കെട്ടിടം പണ്ടൊരു നാട്ടുരാജാവിന്റെ കൊട്ടാരമായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ കൊട്ടാരം 40ഓളം ഏക്കർ വിസ്താരമുള്ള ഒരു പുരയിടത്തിലാണ് നിലകൊണ്ടിരുന്നത്. ആൾപ്പാർപ്പില്ലാതെ വളരെ വർഷങ്ങൾ കിടന്നപ്പോൾ ആ കൊട്ടാരത്തിന്റെ അപ്പോഴത്തെ ഒരവകാശിയായ ഒരു എഞ്ചിനീയർ ഗവൺമെന്റിന് വിട്ടുകൊടുത്തു. ഗവൺമെന്റ് അത് സെൻട്രൽ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് നൽകി. കാഴ്ചയിൽ ഉപയോഗശൂന്യമാണെന്ന് തോന്നിക്കുന്ന ആ കെട്ടിടത്തിനുള്ളിൽ എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു. പുരയിടത്തിൽ പടർന്നു നിൽക്കുന്ന വൃക്ഷങ്ങൾ രാത്രിയിൽ ഘോരവനത്തിന്റെ പ്രതീതി ജനിപ്പിച്ചിരുന്നു. ആ കെട്ടിടത്തെക്കുറിച്ച് പുറത്തുള്ളവർക്ക് വളരെ കുറച്ചു മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അതും ഉയർന്ന തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം. ആ പുരയുടെ വളപ്പിൽ എന്തെങ്കിലും ശബ്ദമുണ്ടായാൽ ഉടൻ അതകത്തറിയുന്നതിനുള്ള യന്ത്രങ്ങൾ പിടിപ്പിച്ചിരുന്നു. പോലീസ് എന്ന പേരെഴുതിയ ഒരു വാഹനവും അതിനകത്തു പോകാറില്ല. പ്രൈവറ്റ് കാറുകളാണ് അതിനുള്ളിൽ കടക്കാറുള്ളത്. ഇപ്പോഴും അത് കൊട്ടാരം വകയാണെന്നുള്ള നിഗമനത്തിനാണ് പുറത്തുള്ളവർ എത്തിയിരുന്നത്. പുറത്ത് ശക്തിയായി കാറ്റടിച്ചുകൊണ്ടിരുന്നു. ജനാലകൾ വലിഞ്ഞടയ്ക്കുന്നതും തുറക്കുന്നതുമായ ശബ്ദം കേൾക്കാം.
അവർ രണ്ടാമത്തെ നിലയിലെ നടുഭാഗത്തുള്ള മുറിക്കുള്ളിലാണ് ഇരിക്കുന്നത്. ആ കൊട്ടാരത്തിന് 2 നിലകൾ മാത്രമേ ഉള്ളൂ. മേശപ്പുറത്ത് ഒരു ചിമ്മിനി വിളക്ക് കത്തിച്ചു വെച്ചിരുന്നു. അതിന്റെ പ്രകാശം ആ മേശയിൽ മാത്രമേ പതിച്ചിരുന്നുള്ളൂ. വൈദ്യുതി ഉണ്ടെങ്കിലും അത് സാധാരണ ആ കെട്ടിടത്തിൽ തെളിക്കാറില്ലായിരുന്നു. ഹുങ്കാരത്തോടെ കാറ്റ് ഒഴുകി അടിച്ചുകൊണ്ടിരുന്നു. അവർ വന്നത് ഒരു കാറിലായിരുന്നു. കാർ ആ കൊട്ടാരത്തിന്റെ പിന്നിലുള്ള പടർന്ന ഒരു പൈൻ വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് ഇട്ടിരുന്നത്. ആ വലിയ കോമ്പൗണ്ടിന് പുറത്തേക്കുള്ള ഗേറ്റ് അടച്ചിരുന്നില്ല. കാരണം അതിന്റെ ഒരു പാളി നിലം പതിച്ചിരുന്നു. അത് ശരിയാക്കേണ്ട എന്ന് തീരുമാനിച്ചതനുസരിച്ചാണ് അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത്. അവർ ഇരിക്കുന്ന മുറിയുടെ പടിഞ്ഞാറ് ഒരു ജനാലയുണ്ട്. അതിനപ്പുറം പുറം വരാന്തയുണ്ട്. പുറം വരാന്തയ്ക്ക് ചില്ലുകളിട്ട ജനാലകളാണ്. അകത്തുള്ള ചെറിയ ജനാലയിൽ കൂടി ഗേറ്റ് കാണാം. പെട്ടെന്ന് ഗേറ്റിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെട്ടു. ഉടൻ തന്നെ നിലയ്ക്കുകയും ചെയ്തു. അധ്യായം 4. ആ പ്രകാശം കണ്ടുവോ? പുഷ്പരാജ് പെട്ടെന്ന് ചോദിച്ചു. ഞാൻ കണ്ടു, മോഹിനി പറഞ്ഞു. അവൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞാണ് ഇരുന്നത്. പെട്ടെന്ന് ആ പ്രകാശം മറയുകയും ചെയ്തു. അവിടെ ആരോ എത്തിച്ചേർന്നതിന്റെ ലക്ഷണമായി അവർ കണക്കാക്കി. വളരെ രഹസ്യമായി അവർ തെരഞ്ഞെടുത്ത ആ സ്ഥലത്ത് ആരോ കടന്നു വന്നിരിക്കുന്നു. അവിടെ വന്നിട്ടുള്ളവർ ആരായിരുന്നാലും അവർ സാമാന്യ മനുഷ്യരല്ലെന്ന് പുഷ്പരാജിന് തോന്നാതിരുന്നില്ല. പഴക്കമേറിയ ആ കൊട്ടാരത്തിന് താഴെ കറുത്ത യൂണിഫോം ധരിച്ച ഒരു കാവൽക്കാരനെ നിർത്തിയിരുന്നു. ഇരുളിൽ തിരിച്ചറിയുവാൻ പറ്റാത്ത രീതിയിലാണ് അയാൾ റൈഫിളുമായി അവിടെ നിന്നിരുന്നത്. 4 മണിക്കൂർ ഇടവിട്ട് ഷിഫ്റ്റ് നൽകിയാണ് അവിടെ കാവലിന് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ പ്രകാശം അയാളും കണ്ടു. റൈഫിൾ എടുത്ത് അയാൾ ജാഗരൂകനായി നിന്നു. അതിക്രമിച്ച് അവിടെ ആര് കയറിയാലും സംശയം തോന്നിയാൽ മരണപ്പെടാത്ത രീതിയിൽ വെടിവെക്കണമെന്ന് ഉത്തരവ് അയാൾക്ക് നൽകിയിരുന്നു. കനത്ത അന്ധകാരത്തിൽ ആ പ്രദേശം മുഴുവൻ മുങ്ങിയിരുന്നതുകൊണ്ട് അയാൾക്കും യാതൊന്നും കണ്ടുകൂടായിരുന്നു. എന്തെങ്കിലും നേരിയ ശബ്ദമെങ്കിലും കേൾക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് കാതോർത്തു. അയാൾ റൈഫിൾ കയ്യിലേന്തി നിശ്ചലനായി നിന്നു. വർദ്ധിച്ച ആ കൂരിരുളിൽ ആരോ തന്റെ നേർക്ക് നടക്കുന്നതായി അയാൾക്ക് തോന്നി. പക്ഷേ യാതൊന്നും കണ്ടുകൂടായിരുന്നു. കാഞ്ചി വലിക്കണമെങ്കിൽ തന്നെ എന്തെങ്കിലും നേരിയ ലക്ഷണമെങ്കിലും വേണമല്ലോ എന്ന് കരുതി അയാൾ നിന്നു. ആ കെട്ടിടത്തിനു ചുറ്റും വീണ് കിടന്നിരുന്ന കരിയിലകൾ നേരിയ മഴച്ചാറ്റലിൽ നനഞ്ഞുപോയതുകൊണ്ട് ആരെങ്കിലും നടന്നു വന്നാൽ തന്നെ ശബ്ദം കേൾക്കുവാൻ വയ്യാത്തൊരു നിലയിലായിരുന്നു ആ പരിസരം. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടല്ലോ? പെട്ടെന്ന് ഒരു ശബ്ദം അയാളുടെ കാതുകളിൽ പതിഞ്ഞു. ആരാണത്? അയാൾ പെട്ടെന്ന് തിരിഞ്ഞു. ഉറങ്ങൂ. അയാളുടെ ശിരസിന് പിന്നിൽ ഒരു കരം പതിഞ്ഞു. അയാൾ പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് വഴുതി വീണു. അടുത്ത നിമിഷം അതിഭയങ്കരമായ ഒരു കൊടുങ്കാറ്റ് അവിടെ വീശി. ആ കൊട്ടാരം ആടി ഉലയുന്നത് പോലെ പുഷ്പരാജനും മറ്റും തോന്നി. അത് അടിത്തറയിളകി ചെരിഞ്ഞു പോവുകയാണോ എന്നുവരെ അവർക്ക് അനുഭവപ്പെട്ടു. മച്ചിൽ കൂടി പാർത്തിരുന്ന ക്ഷുദ്രജീവികൾ 4 പാടും ചിറകടിച്ചു പറക്കുവാൻ തുടങ്ങി. ആകപ്പാടെ അവിടെ ഒരു അനിശ്ചിതാവസ്ഥ രൂപം കൊള്ളുന്നതായി അവർക്ക് തോന്നി. ആ കൊട്ടാരത്തിന്റെ ആദ്യകാലത്ത്, അവിടുത്തെ നാടുവാഴി പ്രതാപശാലിയായിരുന്ന കാലത്ത് നടന്നിട്ടുള്ള ആക്രമത്തിന്റെ ഫലമായി മൃതിയടഞ്ഞ മനുഷ്യജീവികളുടെ ആത്മാവുകൾ ഒന്നടങ്കം ഉണർന്നെഴുന്നേൽക്കുകയാണോ എന്നുവരെ തോന്നുമാറ് അഭൗമികമായ എന്തോ ഒന്ന് അവിടെ നടക്കുവാൻ പോകുന്ന സൂചന പോലെയാണ് പ്രകൃതിയുടെ ശക്തമായ കൈകാലുകൾ അവിടെ താണ്ഡവ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാല പൂത്തതുപോലെ ഒരു വാസന. മോഹിനി പിറുപിറുത്തു. അതെ, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു, പുഷ്പരാജും ഡോക്ടറും ഒരേ സമയത്തു പറഞ്ഞു. ആ വാസന ആ മുറിക്കുള്ളിലേക്ക് സാവധാനം നുഴഞ്ഞു കയറി. ആ ചുവരുകൾക്കുള്ളിൽ ആ പരിമളം നിറഞ്ഞുകൊണ്ടിരുന്നു. മോഹിനിയുടെ കണ്ണുകളിൽ ഒരാലസ്യത്തിന്റെ നിഴൽ വീശി. അവളുടെ കൺപോളകൾ അടഞ്ഞുകൊണ്ടിരുന്നു. 1-2 തവണ അവൾ കോട്ടുവായിട്ടു. അതിനുശേഷം പിന്നോട്ട് മറിഞ്ഞു. പുഷ്പരാജ് ചാടി എണീറ്റു. അവളെ താങ്ങിയില്ലായിരുന്നെങ്കിൽ മോഹിനി നിലത്തു വീണു പോകുമായിരുന്നു. അവളെ ഒരു ചാരുകസേരയിൽ കിടത്തി. അല്പം കഴിഞ്ഞപ്പോൾ പുഷ്പരാജിന്റെ കണ്ണുകളിലും മയക്കത്തിന്റെ ഒരു ലക്ഷണം കണ്ടു തുടങ്ങി. ഇതെന്താണ് ഡോക്ടർ? പുഷ്പരാജ് ചോദിച്ചു. പക്ഷെ ഡോക്ടർ സമദ് ആ സമയം നിദ്രയിലാണ്ടിരുന്നു. ഡോക്ടർ, ഡോക്ടർ, പുഷ്പരാജ് വിളിച്ചു. 2 തവണയെ അദ്ദേഹത്തിന് വിളിക്കുവാൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹവും ബോധരഹിതനായി തീർന്നു. മേശയിൽ കൈ കുത്തിപ്പിടിച്ച് ഒരു വിധത്തിൽ അദ്ദേഹം കസേരയിലിരുന്നു. അടുത്ത ദിവസം രാവിലെ ഡോക്ടർ ആദ്യം കണ്ണുകൾ തുറന്നു. അദ്ദേഹം പുഷ്പരാജിനെ വിളിച്ചു. അദ്ദേഹം ഞെട്ടി ഉണർന്നു. എന്താണുണ്ടായത്? അദ്ദേഹം ചോദിച്ചു.
എനിക്കൊന്നും അറിഞ്ഞുകൂടാ. മോഹിനി അതേ കിടപ്പിൽ തന്നെയാണ്. അവൾ ഉണർന്നു കഴിഞ്ഞിരുന്നില്ല. പുഷ്പരാജ് മോഹിനിയെ തട്ടി വിളിച്ചു. മോഹിനി, മോഹിനി. അദ്ദേഹം അവളുടെ ചുമലിൽ പിടിച്ചു കുലുക്കി. ഒരു സ്വപ്നത്തിൽ നിന്നതുപോലെ അവൾ ഉണർന്നു. എന്താണുണ്ടായത്? അവൾ ചോദിച്ചു. എഴുന്നേൽക്കൂ, മണി 3 കഴിഞ്ഞിരിക്കുന്നു. പുഷ്പരാജ് വാച്ചിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ 2 മണിക്കൂർ സമയം നാം നിദ്രയിലായിരുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കൂ, ഞാൻ കാവൽക്കാരനെ നോക്കിയിട്ട് വരാം. അദ്ദേഹം പെട്ടെന്ന് ഗോവണി ഇറങ്ങി താഴേക്ക് ചെന്നു. കാവൽക്കാരൻ നിന്നിരുന്ന സ്ഥലത്ത് അദ്ദേഹം എത്തിച്ചേർന്നു. അയാൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റിട്ടില്ല. പുഷ്പരാജ് അയാളെ വിളിച്ചു. അയാൾ റൈഫിളുമായി ചാടി എണീറ്റു. കാഞ്ചിയിൽ അയാൾ കൈ അമർത്തുവാൻ ശ്രമിച്ചു. നിർത്തൂ, ഇത് ഞാനാണ്. എന്താണുണ്ടായത് പറയൂ, പുഷ്പരാജ് അയാളെ നിർബന്ധിച്ചു. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ജീവിതത്തിൽ ആദ്യമുണ്ടാകുന്ന ഒരു അനുഭവമാണ്. അയാൾ പുലമ്പി. എങ്കിലും പറയൂ, നിങ്ങൾക്കെന്താണ് സംഭവിച്ചത്? അദ്ദേഹം നിർബന്ധിച്ചു. അയാൾ ഓർമ്മിക്കാൻ ശ്രമിച്ചു. എന്താണുണ്ടായതെന്ന് ചികഞ്ഞെടുക്കുവാൻ അയാൾ പരിശ്രമിച്ചു. തനിക്കെന്താണ് സംഭവിച്ചത്? എല്ലാം ഒരു സ്വപ്നം പോലെയായിരിക്കുന്നു. ഞാൻ പറയാം. ആ രൂപം എൻ്റെ അടുത്തേക്ക് വന്നു. അതെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ അടുത്ത് വന്ന ശേഷം എൻ്റെ തോളിൽ സ്പർശിച്ചു. എനിക്ക് ചലിക്കുവാൻ കഴിഞ്ഞില്ല. അതെന്നെ ഉറങ്ങുവാൻ പ്രേരിപ്പിച്ചു. ഞാൻ അറിയാതെ മയക്കത്തിലേക്ക് വീണു. അതെങ്ങനെ സംഭവിച്ചുവെന്ന് പറയുവാൻ ഇപ്പോഴും എനിക്ക് കഴിയുന്നില്ല. അമാനുഷികമായൊരു ശക്തിയാണ് അതെന്ന് പറയാം. അയാൾ അബോധാവസ്ഥയിൽ എന്നതുപോലെ മന്ത്രിച്ചു. ശരി, ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട. പുഷ്പരാജ് അയാളെ ആശ്വസിപ്പിച്ച ശേഷം മുകളിലെത്തി. എന്താണുണ്ടായത്? ഡോക്ടർ മോഹിനി തിരക്കി. നമുക്ക് സംഭവിച്ചതുപോലെ തന്നെ അയാളും കുറേ സമയത്തേക്ക് ഉറങ്ങിപ്പോയി. എന്തോ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് ലൈറ്റർ തെളിച്ചു. വിളക്കിന്റെ തിരി ഉയർത്തി വച്ചിരുന്നു. ഇതെന്താണ്? ഇവിടെ ഇരുന്ന പുഷ്പരാജ് മേശപ്പുറത്ത് പരതി. അവിടെ വെച്ചിരുന്ന ഫയലും കാസറ്റും കാണാനില്ല. അത് അപ്രത്യക്ഷമായിരിക്കുന്നു. അവർ മയക്കത്തിലായിരുന്നപ്പോൾ ആരോ അത് കടത്തിക്കൊണ്ടു പോയിരിക്കുന്നു. അപ്പോൾ ആ വാസന മുറിയിലടിച്ചപ്പോൾ അവിടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ട്. അവർ ബോധശൂന്യരായപ്പോൾ കേസിനാസ്പദമായതെല്ലാം കവർന്നെടുത്തു കൊണ്ടുപോയിരിക്കുന്നു. ഡോക്ടർ, നമുക്കുടൻ തന്നെ രതീഷിന്റെ ലോഡ്ജിലെത്തണം. അയാൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരിക്കും, പുഷ്പരാജ് പറഞ്ഞു. അവർ ഉടൻ തന്നെ തയ്യാറായി. ഗാർഡിനെ വിവരം ധരിപ്പിച്ച ശേഷം അവർ പൈൻ വൃക്ഷത്തിന്റെ ചുവട്ടിൽ മറച്ചിട്ടിരുന്ന കാറിനടുത്തെത്തി. പുഷ്പരാജ് ലൈറ്റ് തെളിച്ചു. ടയറുകൾ പരിശോധിച്ചു. അതിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. വന്ന ആൾ ആ ഭാഗത്തേക്ക് കടന്നിട്ടില്ലെന്ന് തീർച്ചയായി. അവർ കാറിൽ കയറി. കാർ ആ പഴക്കമുള്ള കൊട്ടാര വളപ്പിൽ നിന്നും പുറത്തു വന്നു. ഗേറ്റിന്റെ അടുത്തായി കാർ നിർത്തിയ ശേഷം പുഷ്പരാജ് ലൈറ്റ് തെളിച്ചു നോക്കി. ഇതാ നോക്കൂ, ഇവിടെ ഒരു കാർ വന്നു നിന്നതിന്റെ അടയാളങ്ങളുണ്ട്. അത് ഇവിടെയിട്ട് തിരിച്ചിട്ടുണ്ട്. നീലപ്രകാശം വന്നതും കാറിൽ നിന്ന് തന്നെയാണ്. ശരി, നമുക്ക് പോകാം. അദ്ദേഹം കാർ വിട്ടു. ആ ബംഗ്ലാവിലേക്ക് മാത്രമായിട്ടുള്ള പാത കഴിഞ്ഞ് വാഹനം പ്രധാന പാതയിലെത്തി. അവർ നേരെ രതീഷിന്റെ ലോഡ്ജിലേക്ക് കാർ ഡ്രൈവ് ചെയ്തു. മണി 3:45. 4 മണിയായപ്പോൾ കാർ ലോഡ്ജിന്റെ വാതിൽക്കലെത്തി. അവിടെയുള്ള 2 കാവൽക്കാരും ഉണർന്നു തന്നെയിരുന്നു. കാർ ഗേറ്റിന് പുറത്ത് നിർത്തിയ ശേഷം പുഷ്പരാജ് കാവൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കലേക്ക് ചെന്നു. എന്തെങ്കിലും പ്രത്യേകിച്ച്? പുഷ്പരാജ് ചോദിച്ചു. ഉണ്ട്, ഞങ്ങളത് രാവിലെ അറിയിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. രാത്രി 1 മണി കഴിഞ്ഞു കാണും. ഒരു സ്ത്രീ ഇവിടെ വന്നു. അവർക്ക് രതീഷിനെ കാണണമെന്ന് പറഞ്ഞു. അയാൾ തുടർന്നു. എന്നിട്ട് സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത്യാവശ്യമാണെന്ന് അവർ അറിയിച്ചു. അനുവാദമില്ലാതെ സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ എന്തു പറഞ്ഞു? പിന്നെ വന്നുകൊള്ളാമെന്ന് പറഞ്ഞു. അവൾ പോയി. അവൾ കാറിലാണോ വന്നത്? അല്ല. അവൾ എങ്ങോട്ട് പോയി? ഗേറ്റു കടന്ന് കിഴക്കോട്ട് പോയി. പിന്നെ ആരും വന്നില്ലല്ലോ? ഇല്ല. അവരെ കണ്ടാൽ എങ്ങനെയിരിക്കും? കാഴ്ചയിൽ 25-ലധികം തോന്നുകയില്ല. സുന്ദരിയാണ്. രതീഷിന്റെ ആരാണെന്ന് പറഞ്ഞു? സഹോദരിയാണെന്ന്. പേര് പറഞ്ഞുവോ? നിർമ്മല. ശരി, നിങ്ങൾ വളരെ കരുതലോടെ ഇരിക്കണം. പുഷ്പരാജ് കാറിൽ കയറി. ഡോക്ടർ, എനിക്കൊരു ഐഡിയ തോന്നുന്നു, പുഷ്പരാജ് കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് പറഞ്ഞു. എന്താണ്? ഡോക്ടർ തിരക്കി. മണി 5. പ്രകാശം അപ്പോഴും പരന്നിട്ടില്ല. ഒരു ആംബുലൻസ് വന്ന് രതീഷിന്റെ വാതിൽക്കൽ നിന്നു. അതിൽ നിന്നും 2 പേർ ഇറങ്ങി. ഗാർഡിനെ സമീപിച്ച് ഒരു കത്ത് കാണിച്ചു. അതിനുശേഷം അവർ അകത്തേക്കു കയറി. ഒരു സ്ട്രെച്ചറിൽ ആംബുലൻസിൽ നിന്നൊരാളെ അകത്തേക്ക് കൊണ്ടുപോയി. പക്ഷെ തിരികെ വന്നപ്പോഴും സ്ട്രെച്ചറിൽ മൂടിയിട്ടിരുന്ന ഒരു മനുഷ്യരൂപം ഉണ്ടായിരുന്നു. അടുത്ത ഭാഗം
നാളെ.